അവിടെ താഴെ നമ്മുടെ മാനിയും എല്ലിയും ടിയാഗയും എത്തിയിട്ടുണ്ടായിരുന്നു. അവരും ആ മഞ്ഞ വീഴ്ചയിൽ അകപ്പെടുന്നു. എന്നാൽ അവരും മാത്രമല്ല കേട്ടോ, എല്ലാ ജോലിയും അവസാനിച്ച് ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കാൻ പോയ നമ്മുടെ സാൻഡിയും ആ മഞ്ഞ വീഴ്ചയിൽ ഉൾപ്പെടുന്നു. എല്ലാവരും എത്തിച്ചേർന്നത് നോർത്ത് പൂളിലെ സാൻഡയുടെ അടുത്തായിരുന്നു. സാൻഡ തയ്യാറാക്കിയ ഗിഫ്റ്റും അവിടുത്തെ ഡെക്കറേഷനുമെല്ലാം ആകെ നാശമായി. ഇതിൽ ദേഷ്യപ്പെട്ട സാൻഡ അവിടെ ഉള്ളവരെയും മാനിയെയും വികൃതി പട്ടികയിൽ ചേർക്കുന്നു. അപ്പോഴാണ് ഇവർക്ക് വികൃതി പട്ടിക എന്നത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നത്. ഇനി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പേര് മാറ്റണമല്ലോ. അങ്ങനെ അവരെല്ലാവരും ഒരു പാട്ടൊക്കെ പാടി വളരെ കൂളായി അവിടെയുള്ള ഡെക്കറേഷൻ എല്ലാം ശരിയാക്കി വെച്ച് പുതിയ ഗിഫ്റ്റുകളെല്ലാം ഉണ്ടാക്കുകയാണ്. നല്ലൊരു അടിപൊളി വൈബ് തന്നെയാട്ടോ ഇപ്പോ. അങ്ങനെ എല്ലാവരും എല്ലാം സെറ്റാക്കി പൊള്ളിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാതും സെറ്റായി സാന്റ ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കാൻ പോയപ്പോൾ അത്രയും വലിയ ഭാരം സാന്റയ്ക്ക് ഒറ്റയ്ക്ക് ചുമക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ റെയിൻഡിയർ വന്ന് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവനെ കൊണ്ടും അതിന് സാധിച്ചില്ല. അവൻ അവിടെ നിന്നും പോയി. എല്ലാവരും നിരാശയോടെ നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ മാനിൻ ടീമോ സാന്റയെ